ഇന്ന് കാലത്ത് ചായയില്ല, പകരം തേയിലയാണ്. കാരണം നമ്മൾ മേടിച്ചിരുന്ന പാല് രാവിലെ എടുത്തപ്പോൾ പിരിഞ്ഞു പോയി കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, അമ്മയ്ക്കും പാല് പിരിഞ്ഞെന്നാണ് പറഞ്ഞത്. തലേന്ന് വൈകുന്നേരത്താണ് പാലെന്നും മേടിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും, പിറ്റേ ദിവസം രാവിലെ എടുത്താണ് ചായ ഇടുന്നത്. അപ്പോൾ ഇന്നെന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല, പാല് പിരിഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ കാപ്പിക്കുന്ന ദോശയാണ് കേട്ടോ, കുറേ നാളുടെ അടുപ്പിച്ച് ദോശയാണ്. പിന്നെ ചട്നിയും വെച്ചു. ഇപ്പോൾ സമയം രാവിലെ 9 മണിയാണ്. അപ്പോൾ സൈഷേട്ടനൊക്കെ എഴുന്നേറ്റില്ലായിരുന്നു കേട്ടോ, താമസിച്ചാണ് എഴുന്നേറ്റത്. കാരണം ഇന്നലത്തെ ക്ഷീണവും ഇലക്ഷൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് ഉറങ്ങിയതാണ്. ഇന്ന് ജോലിക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ അബിക്കുട്ടനും ജിത്തിനും നല്ല ആൾക്കായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മണി കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് സൈഷേട്ടൻ ചന്തയിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഞവരയാണ് കേട്ടോ. ഞവരെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ചെങ്കലവ എന്നൊക്കെ പറയും, ആ ചുമന്ന മീനുണ്ടല്ലോ, അതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ പൊടിമീനാണ്, നിറയെ ഉണ്ട്. അപ്പോൾ കുത്തിയിരുന്ന് മീൻ കണ്ടിച്ചു കഴുകി. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ തിരുവി മീൻ കറി വെക്കാൻ. പച്ചയ്ക്ക് തേങ്ങ അരച്ചാണ് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില നേരങ്ങളിൽ ഞാൻ വറുക്കുകയും ചെയ്യും, ഇപ്പോൾ സമയമൊന്നുമില്ല വറുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുത്തിയിരുന്ന് തേങ്ങ തിരുവാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. മുട്ടൊക്കെ ഭയങ്കര വേദനയാണ്, നടുവും വേദനയാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ ക്ഷീണം കാരണം സൈഷേട്ടൻ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മോര് കലക്കിയിട്ട് കുടിക്കാൻ പറഞ്ഞു കേട്ടോ. കുടിച്ചുകൊണ്ടൊന്ന് ജോലി ചെയ്യും, ഭയങ്കര ചൂട് കാരണം. അങ്ങനെ മീനിനെ അതേ വറുക്കാനായിട്ട് വരവി വയ്ക്കുവാണ്. നിറയെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ വറുക്കാനും എടുത്തു, കുറേ കറി വയ്ക്കാനും എടുത്തു. പിന്നെ നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ. നല്ല പച്ച തക്കാളിയൊക്കെ ഇട്ടു, പച്ചമുളകൊക്കെ ഇട്ട് നല്ലവണ്ണം മണമൊക്കെ വന്നു കേട്ടോ. നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് മീനുമായിരുന്നു. അങ്ങനെ ഇതേ കറിയൊക്കെ തിളച്ചപ്പോഴത്തേക്കുമാണ് മീൻ വാരിയിരുന്നത്. ഈ മീനാണെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. എനിക്ക് ഈ മീൻ കറി വയ്ക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം കുറച്ച് കഴിഞ്ഞ് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും നമ്മൾ സ്പൂണിട്ട് ഇളക്കുമ്പോഴത്തേക്കും. പിന്നെ ഭയങ്കര മുള്ളുമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് തോരനും വെച്ചു. ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ഒരു കറി ഉണ്ടെന്നും ചോറ് തിന്നാന്ന് പറ്റത്തില്ല, നിറയെ കറികൾ വേണം. തോരനും പിന്നെ രസമോ മോര് കറിയോ അങ്ങനെ ഒരുപാട് കറി ഉണ്ടെങ്കിലേ ആൾക്ക് ചോറ് നല്ലോണം കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര എന്താ പറയുക, ഒരു കറിയൊക്കെ വെച്ച് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. പിന്നെ വേഗം സലാഡ് ഉണ്ടാക്കി. സലാഡ് ഞാനെല്ലാം സൈഷാണ് വെച്ചത്. അങ്ങനെ ഇതേ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അതും പൊടിഞ്ഞു വരാതെ നല്ലവണ്ണമാണ് നോക്കിയെടുത്തത്, കാരണം ഈ മീനായതുകൊണ്ട് ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ ഇലയിലാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ഇട്ടത് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ്. ഒരു 6:30 കഴിഞ്ഞ് ചായ ഇട്ടപ്പോൾ. ചായക്ക് കൂടെ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റാണ്, മിൽക്കി ബിക്കീസിൻ്റെ ബിസ്ക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ജോലി കൂടെ ഉണ്ട്. മാങ്ങ സൈസിട്ട് ഉച്ചയ്ക്ക് അരിഞ്ഞ് വെച്ചിരുന്നു അച്ചാറിടാനായിട്ട്. അത് രാത്രി അച്ചാറിടണം. നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് തന്നെ മാവുണ്ട് കേട്ടോ, അവിടെ നിറയെ മാങ്ങയൊക്കെ പിടിച്ചു. അങ്ങനെ അതിൽ നിന്ന് ഒരു 3 മാങ്ങ എടുത്തിട്ട് അരിഞ്ഞ് പെട്ടെന്ന് നമ്മൾ അച്ചാറിടുവാണ്. അപ്പോൾ അതേ നല്ലെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട്, ഉലുവ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റി പൊടിയും ചേർത്താണ് നമ്മൾ അച്ചാറുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവെള്ള മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ തന്നെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു മാങ്ങ അച്ചാർ. അങ്ങനെ രാത്രിത്തെ അത്താഴത്തിന് മാങ്ങ അച്ചാറൂടെ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് കേട്ടോ. പിന്നെ രാവിലത്തെ മീൻ വറുത്തതിൻ്റെ ബാലൻസ് കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ആ മീനും വറുത്തു കേട്ടോ. ശശിയേട്ടനാണെങ്കിൽ ചോറ് തിന്നുന്ന ആ സമയത്ത് തന്നെ മീൻ വറുത്ത് കൊടുക്കണം ചൂടോടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറെല്ലാം തിന്നു കഴിഞ്ഞ് കൈ ഇടാനായിട്ട് പുറത്ത് വന്നപ്പോൾ ഒരാളെ കണ്ടു കേട്ടോ. രാത്രി എവിടെയോ പോവുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം കണ്ട് പേടിച്ചു പോയി. പിന്നെ അടുത്ത് നിന്നപ്പോഴാണ് ഉച്ചാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. താങ്ക് യു.